എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പറവൂർ ചേന്നമംഗലത്താണ്ട. അപ്പോൾ 2025 വിഷുമാറ്റച്ചന്ത ഇവിടെ നടക്കുന്നുണ്ട്. പാലും സ്കൂളിൽ വെച്ചിട്ടാണ് വിഷുമാറ്റച്ചന്ത എല്ലാ വർഷവും നടത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും കൂടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തവണത്തെ വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ഈ ചേച്ചി ചാലക്കുടിക്കരെ ചേച്ചിയാണ്. ചേച്ചി സ്വന്തമായിട്ട് ഹാൻഡിക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെ ചേച്ചി? അജിത. ഇത് ചേച്ചി ഇപ്പോൾ എത്ര വർഷമായി ഇതിപ്പോൾ ഇത് തുടങ്ങിയിട്ട്? 30 വർഷമായി ഞാൻ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. 30 വർഷത്തോളം ആയല്ലേ? ഓക്കെ. എന്തൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റാണ് മെയിനായിട്ട് ചെയ്യണത്? ഈറ്റ കൊണ്ടുള്ള കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ പല ഇതുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഓർണമെന്റ്സ് ഉണ്ടാക്കും. പിന്നെ ഫ്ലവർ ബാസ്ക്കറ്റ്, അങ്ങനെ ബ്രൈഡൽ ട്രേ, ലാംപ് ഷെയ്ഡ്, വിഷറി, ബാമ്പുവിൻ്റെ വിഷറികൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മേളകൾ കൊടുക്കും. ഓർഡർ ഉണ്ട്. ബേക്കറികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബോക്സുകൾ, അത് ഹാൻഡിങ് ഒക്കെ ഉള്ളതായിട്ട് കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരത്തെ ഒരു മെയിൻ ബേക്കറിയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കോട്ടയത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലവർ ബാസ്ക്കറ്റുകൾ. പിന്നെ പല സംസ്ഥാനങ്ങളിലേക്കും പോയിട്ടുണ്ട്. അഗർത്തല അതൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷറി ആരെങ്കിലും ഇപ്പോൾ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ചേച്ചിയെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ചേച്ചിയുടെ നമ്പർ എന്തായാലും ഒന്ന് മേടിച്ചേക്കട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ വിഷുവായിട്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള കുറേയധികം സാധനങ്ങൾ ചേച്ചിയിലുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു ചേച്ചി. മുട്ടിലോട്ടല്ല 2025 കാഴ്ചകളാണ്. വിഷുമാറ്റ ചന്തയുടെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ചേച്ചി ഇത് ചെയ്യുന്നുണ്ട്? അച്ഛനും അമ്മയും കൂടിയാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ശരിയാ. ഇപ്പൊ ഒരു 35-40 വർഷത്തോളമായി അവരുണ്ടാക്കും. അച്ഛൻ വയ്യാണ്ട് കിടക്കണാറ് ഇവരുണ്ടാക്കും. മോളാണ് ഞാൻ. ഇത് വേറെ എവിടെയും ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഇവിടെ തന്നെ ചെലവാകുള്ളൂ, വേറെ ഒന്നും ചെലവാകില്ല. നമ്മളിപ്പോ അവിടെ പള്ളത്താവണങ്ങര് ഒരു തവണ ഉണ്ടാക്കി നോക്കിയായിരുന്നു. പക്ഷെ അവിടെ ചെലവായില്ല. അവിടെ ഉള്ളവർക്ക് അറിയില്ല ഇതെന്താണ്. പക്ഷെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയില്ല. എല്ലാവരും ഇത് അന്വേഷിച്ച് വാങ്ങിക്കും. നിങ്ങൾ തന്നെ പണ്ടേ അമ്മയാണ് അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് അച്ഛനാണ് അങ്ങനെ ഉണ്ടാക്കി ഈ രീതിയിലൊക്കെ ആക്കിയത്. 10 വർഷം മുമ്പേ ഉണ്ടാക്കി തുടങ്ങിയാണല്ലേ? അത് ശരി. അപ്പോൾ ഈ ഒരു മകുടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വീട്ടിൽ തുടങ്ങിയെന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള കേട്ടോ. അത് കണ്ടോ? ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് മുസ്ലിസ് വിഷു മാറ്റച്ചന്തയാണ് 2025 ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് 6ാം ദിവസം. വലിയ മാറ്റം എന്നറിയപ്പെടുന്ന ഒരു ദിനം കൂടിയാണ്. വളരെയേറെ വിപണന സൗകര്യം നടത്തിക്കൊണ്ട്, അതായത് മുൻകാലങ്ങൾ വർഷങ്ങളായിട്ട് ചേന്നമംഗലം ഗ്രാമത്തിൻ്റെ പൈതൃകത്തെ ഉണർത്തുന്ന ഒരു സംഭവമാണ് ഈ മാറ്റച്ചന്ത. മാറ്റച്ചന്ത പാലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണെങ്കിൽ കൂടി മാറ്റപ്പാടം എന്ന് തന്നെയാണ് ഇന്നും അറിയപ്പെടുന്നത്. വളരെ വർഷങ്ങളായിട്ട് കൈമാറ്റ സമ്പ്രദായം നിലവിലിരുന്ന കാലം മുതൽ ഈ മാറ്റച്ചന്ത നിലനിൽക്കുന്നുണ്ട്. 2001 മുതലാണ് ഇത്തരം വളരെ നല്ല രീതിയിൽ മുസ്ലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന മാറ്റച്ചന്ത ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഓല ഷെഡുകൾ, നമുക്കറിയാം പരമ്പരാഗത രീതിയിലുള്ള ഓല ഷെഡും അതുപോലെ തന്നെ ചട്ടി, കലം മുതലായവയും പനമ്പ് കൊണ്ടുള്ള പായയും തഴപ്പായ അങ്ങനെയുള്ളവ ഇവിടെ നിർമ്മിച്ച് കാണിക്കുന്ന ഒരു രീതിയിലാണ് ഇന്ന് മാറ്റപ്പാടം നടത്തിക്കൊണ്ട് വരുന്നത്. വരും തലമുറയ്ക്ക് ഇത് അന്യം നിന്ന് പോകുന്ന ഇത്തരം കാര്യങ്ങളെ അവർക്ക് കാണാനും അവരെ പരിചയപ്പെടുത്താനും ഇതിൻ്റെ ഗുണം മനസ്സിലാക്കാനും. ഇപ്പോൾ ഞങ്ങൾ 80 ഷെഡുകളാണ് ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഈ വേനൽക്കാലത്ത് ചൂടില്ലാതെ വളരെ മനോഹരമായിട്ട് അവർക്ക് ഈ കച്ചവടം നടത്താൻ കഴിയുന്നത് പണ്ട് പാരമ്പര്യത്തെ നിലനിർത്തിയുന്ന ഒരു മാറ്റത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. വരും തലമുറയെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഒരു മുന്നൊരുക്കങ്ങൾ നടത്താനും അതുപോലെ തന്നെ ചേന്നമംഗലം ഗ്രാമത്തിൻ്റെ ഒത്തൊരുമ ജനങ്ങളുടെയും ഭരണസമിതിയുടെയും എല്ലാം
അത് കൈത്തറി ആയാലും കരകൗശല വസ്തുക്കളായാലും എല്ലാത്തിനെയും ചേർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ മാറ്റച്ചന്ത നടത്തിക്കൊണ്ട് വരുന്നത്. വളരെയേറെ മതസൗഹാർദ്ദതയോടുകൂടി നിലനിൽക്കുന്ന ഈ പ്രദേശം ഇന്നും അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഒരുപാട് ഗാർഹിക ഉൽപ്പന്നങ്ങളുടെ കുറേയധികം നിരവധി സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കംപ്ലീറ്റ് കലം, ചട്ടി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കുറേയധികം ഏരിയ മൊത്തം ഇത് തന്നെയാണ്. കരകൗശല വസ്തുക്കളാണ് കൂടുതലും ഇവർക്കുള്ളത്. ഇതുപോലെ തന്നെ മുറം, ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ഒരു സ്റ്റാളുകളിലൊക്കെ ഉള്ളത് കേട്ടോ. അതുപോലെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഈ സൈഡിലും അതുപോലെ തന്നെ കത്തികളും അതുപോലെ ഗ്രാമീണ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തുണികളും തുണിത്തരങ്ങളും പിന്നെ ചെറിയ ചെറിയ ടോയ്സും അങ്ങനെ എല്ലാം അടങ്ങിയ കുറേയധികം സ്റ്റോളുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര സ്റ്റോളുകൾ കുറവായിരുന്നു കേട്ടോ. പക്ഷേ ഈ തവണ ഈ വലിയ മാറ്റച്ചന്ത നടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട്, കുറേയധികം സ്റ്റോളുണ്ട് കേട്ടോ. ഫുള്ള് ഇരുമ്പാണ്, നോൺ സ്റ്റിച്ച്, അത് മീൻ പറക്കുന്നതാണ്. ദോശക്കല്ലാണ് ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഏതാ വേണ്ട അത് 390, അതിൻ്റെ ചെറുത് 290, 10 ഇഞ്ച് 14 ഇഞ്ച് ഏത് വലുപ്പം വേണമെങ്കിൽ നോക്കാം. അല്ല അതിൻ്റെ വിത്ത് ഇവിടെ വേറെ ഉണ്ട്. കാരണം അത്രമേലുണ്ട് മധുരം. മറയൂർ ചന്ദനക്കാടുകളെ തഴുകിയെത്തുന്ന കുളിർതെന്നലിൽ അപ്സരസിന്റെ ലാവണ്യ നൃത്തം പോലെ ആടികുലിക്കുന്ന കരിമ്പിൻ തണ്ടിനൊപ്പം ഇഞ്ചിയും ചെറുനാരങ്ങയും വെച്ച് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത തികച്ചും പ്രകൃതിദത്തമായി ഉൽപ്പാദിപ്പിച്ചെടുക്കും. ജ്യൂസർ ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. വലിപ്പമുള്ള ജ്യൂസർ ഓറഞ്ചിനും മുസംബിക്കും ഉപയോഗിക്കാം. നാരങ്ങയായാലും ഓറഞ്ചായാലും മുസംബി ആയാലും പ്രവർത്തനം ഒന്നും തന്നെയാണ്. കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഉടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ മൂർച്ചയുള്ള പല്ലുകൾ നാരങ്ങ, ഓറഞ്ച്, മുസംബി കട്ട് ചെയ്യാൻ 4 ഹോളുകൾ ഇതിൻ്റെ അരിപ്പയാണ്. ഒരു മിനി ഗ്ലാസ് പാത്രത്തിലോട്ടോ ഗ്ലാസ്സിലോട്ടോ പകർത്തുവാൻ. സാധാരണ നമ്മൾ നാരങ്ങയുടെ ജ്യൂസൊക്കെ എടുക്കുമ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൈ കൊണ്ട് പിഴിഞ്ഞ് അരിപ്പ കൊണ്ടൊക്കെ അരിച്ചാണ് ജ്യൂസ് എടുക്കുന്നത്. എന്നാൽ ഇവിടെ നാരങ്ങയായാലും ഓറഞ്ചായാലും മുസംബി ആയാലും കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഉടയ്ക്കേണ്ട കാര്യമില്ല. ഈ ഞെട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ മൂടിൻ്റെ ഭാഗം ഈ ജ്യൂസറിൽ കാണുന്ന മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും കറക്കി ഈ 4 ഹോളുകൾ ചെറുനാരങ്ങയുടെ ഉള്ളിൽ ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇടം വലം കറങ്ങി ഇറങ്ങുമ്പോൾ ഇതിനുള്ളിൽ അല്ലികൾ കട്ടായി നാരങ്ങ സോഫ്റ്റ് ആവുന്നു. ഒരു കാരണവശാലും ഈ ജ്യൂസർ മുകളിലോട്ട് പൊങ്ങിപ്പോറും, ജ്യൂസ് മുഴുവനും പുറത്തോട്ട് പോകും. അതുകൊണ്ട് എപ്പോഴും ഇത് ക്ലോസ് ആയിരിക്കണം. നാരങ്ങയിൽ മാത്രം നമ്മൾ പ്രസ് ചെയ്യുക. ഗ്ലാസ്സിലോട്ട് അരിച്ച ജ്യൂസ് റെഡിയാണ്. ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും നമുക്ക് ജ്യൂസ് ആവശ്യം വരുമ്പോൾ അതേ നാരങ്ങയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ജ്യൂസ് റെഡിയാണ്. അങ്ങനെ ഒരു ചെറുനാരങ്ങയുടെ ഉള്ളിൽ, ഓറഞ്ചിൻ്റെ ഉള്ളിൽ, മുസംബിയുടെ ഉള്ളിൽ എന്തുമാത്രം ജ്യൂസ് അടങ്ങുന്നു അത് മുഴുവൻ ജ്യൂസും നമുക്ക് പുറത്തോട്ട് കിട്ടും. അരിച്ച ജ്യൂസാണ് കിട്ടുന്നത്. നമ്മൾ അരിച്ചെടുക്കേണ്ടി വരുന്ന വേസ്റ്റ് എല്ലാം ഈ ചെറുനാരങ്ങയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഒരു തുള്ളി നീര് പോലും ഇതിൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നില്ല. കംപ്ലീറ്റ് ജ്യൂസും നമുക്ക് പുറത്തോട്ട് കിട്ടും കേട്ടോ. ചെറിയ ജ്യൂസർ ചെറുനാരങ്ങ 2 ഉപകരണം അടങ്ങിയ ഒരു പാക്കറ്റിൻ്റെ വില 40 രൂപയാണ്. ചെറുത് ചെറുനാരങ്ങയ്ക്കാണ്. നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ എടുത്ത് കാണിച്ചു തരാം. സാധാരണ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ വലിപ്പമുള്ള ജ്യൂസറാണ്. ഓറഞ്ച് ആയാലും മുസംബി ആയാലും സെയിം മെത്തേഡ് തന്നെയാണ്. മുകൾ ഭാഗം അല്ലെങ്കിൽ കീഴ്ഭാഗം പല്ലുള്ള സൈഡ് കൊണ്ട് നമ്മളിത് ഇടത്തോട്ടും വലത്തോട്ടും കറക്കി ഈ 4 ഹോളുകൾ ക്ലോസ് ചെയ്യുക.
ഓറഞ്ചിലുള്ള ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന ഓറഞ്ചിൽ മാത്രം പ്രസ് ചെയ്യുക, അരിച്ച ജ്യൂസ് കിട്ടും കേട്ടോ. യാത്രാവേളകളിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിപ്പിൽ കവർ ചെയ്ത് ജ്യൂസ് കൊടുക്കാം. ഒരു രോഗി നമ്മുടെ വീട്ടിലോ ഹോസ്പിറ്റലിലോ ഉണ്ടെങ്കിൽ ഗ്ലാസിൻ്റെയോ പാത്രത്തിൻ്റെയോ സഹായം കൂടാതെ ഓറഞ്ചിൻ്റെയും മുസമ്പിൻ്റെയും ജ്യൂസ് കൊടുക്കാം. അങ്ങനെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് പഴങ്ങളുടെ ജ്യൂസ് എടുക്കാം. 2 ഉപകരണം അടങ്ങിയ ഒരു പാക്കറ്റിൻ്റെ വില വെറും 40 രൂപയുള്ളൂ. ചെറുനാരങ്ങയ്ക്കും വലിപ്പമുള്ളത് ഓറഞ്ചിനും മുസമ്പിക്കും ഉപയോഗിക്കാം കേട്ടോ. 2 ഉപകരണമാണ് ഒരു പാക്കറ്റുള്ളത്. 2 ഉപകരണം 40 രൂപയുള്ളൂ. കറണ്ട്, കത്തി, ബാറ്ററി സംവിധാനമൊന്നുമില്ല. വിഷു സ്പെഷ്യൽ ചേന്നമംഗലം മാറ്റപ്പാടത്ത് വിൽക്കുന്ന ചക്ക. ചക്കയ്ക്ക് എത്ര റേറ്റ്? ചക്കയ്ക്ക് 100 രൂപ വരുന്നതിന്. അപ്പോൾ നമ്മുടെ ചേന്നമംഗലം ഗ്രാമത്തെക്കുറിച്ച് മൊത്തം ഒരു സ്റ്റോറി എഴുതിയ സതീശൻ സാറൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് സാറിനൊന്ന് പരിചയപ്പെടാൻ ജസ്റ്റ്. അദ്ദേഹം എഴുതിയ ബുക്ക് ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ഗ്രാമം ചേന്നമംഗലം എന്നാണ് ആ ബുക്കിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം സാറിന്. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് സതീശൻ KK. ഞാൻ വലിയ ഒരു എഴുത്തുകാരനൊന്നുമല്ല, എങ്കിലും എൻ്റെ അഭിരുചിയെ വളർത്തിയെടുത്തുകൊണ്ട് എൻ്റെ ആഗ്രഹം സഫലീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്താൻ ഞാൻ 1.5 വർഷക്കാലം എടുത്തിട്ടാണ് പുസ്തകം രൂപപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഗ്രാമം ചേന്നമംഗലം എന്നതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ. ആ ചേന്നമംഗലം ഗ്രാമത്തിന് ഒരുപാട് പൗരാണിക ചരിത്രം പറഞ്ഞു പോകാനുണ്ട്. പാലിയത്തച്ഛന്മാരുടെ ഭരണം മുതൽ ഇങ്ങോട്ട് ജനകീയ ഭരണകാലം വരെയുള്ള ഏതാണ്ട് 400-500 വർഷക്കാലത്തെ ചരിത്രം ഇറങ്ങുന്ന ചേന്നമംഗലത്തിൻ്റെ മണ്ണിൻ്റെ ഒരു സവിശേഷതയാണ് മാറ്റച്ചന്ത. പഴയ ബാർട്ടൺ സമ്പ്രദായത്തിൻ്റെ ഒരു പുതിയ രൂപം. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിംഗ്. ഇന്നത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം ലേറ്റസ്റ്റായി വന്നിട്ടുണ്ട്. അവിടേക്ക് പോകാതെ ആ പൗരാണികമായ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ സമീപനം അത് വച്ചു പുലർത്തിക്കൊണ്ട് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റുമോ ആ പഴയ തനിമ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സജീവമാക്കി കൊണ്ടുപോകാനുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ ഇപ്പോൾ 5-6 ദിവസമായി നടന്നു വരുന്നത്. ഇന്ന് അതിന് സമാപനം കുറിക്കുകയാണ്. ഇവിടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ഒരു കുടുംബത്തിന് ആവശ്യമായ അത്യാവശ്യ സാധനങ്ങൾ ഒരു കൂരയ്ക്ക് കീഴിൽ കിട്ടാവുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നു. അതിൻ്റെ ജനകീയ പങ്കാളിത്തം വരികയാണ്. കാരണം ഇതൊരു ജനകീയ സംവിധാനമായിട്ട് തന്നെയാണ് നടത്തുന്നത്. മുസ്ലിത്തിൻ്റെ ഒരു ഭാഗമായി ചേന്നമംഗലം പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് അവരുടെ എല്ലാം സഹകരണത്തോടെ സ്നേഹത്തോടെ നടത്തുന്ന ഒരു സംവിധാനം എന്നുള്ളത് ഇന്ന് ഇപ്പോൾ ഏതാണ്ട് 17ാമത്തെ വർഷം തുടർന്ന് വരികയാണ്. വരും വർഷങ്ങളിലും ഇത് തുടർന്നു പോകാനുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസങ്ങളായി കൾച്ചറൽ പരിപാടികൾ നിരവധി. പ്രശസ്ത ഗായകനായിരുന്ന ജയദേവൻ്റെ സ്മൃതി അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു ദിവസം തന്നെ നീണ്ടു നിന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടി ഈ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുകയാണ്. ഏതായാലും ഈ മാറ്റച്ചന്തയിലേക്ക് ഈ വർഷത്തെ 2025 മാറ്റച്ചന്ത സജീവമായിരുന്നു, ഉണർവുള്ളതായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ടും മറ്റേത് രീതിയിലും ജനങ്ങളെ ഈ സംരംഭത്തോട് സഹകരിച്ചു വേണമെന്ന് ഒരു ചേന്നമംഗലത്തുകാരൻ കൂടിയായി എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും.